യഥാർത്ഥത്തിൽ ഈ മേയറും മേയറുടെ ഭർത്താവ് MLA-യും അതിനെതിരായി അല്ലെങ്കിൽ മറുവശത്ത് ഒരു പാവപ്പെട്ട ഡെയിലി വേജസുകാരനായ എംപാനൽഡ് ഡ്രൈവറും എന്ന് പറയുമ്പോൾ തന്നെ അതൊരു തുല്യതയുടെ സംഘർഷമല്ല. ഒരു വശത്ത് അധികാരത്തിന്റെ മുഴുവൻ കേന്ദ്രങ്ങളുമുണ്ട്. അവർ മേയറാണെന്ന് മാത്രമല്ല, അവരുടെ ഭർത്താവ് MLA ആണ്, ഭരണകക്ഷി MLA ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ അധികാര കേന്ദ്രങ്ങളും അവരുടെ ഭാഗത്തും. യദു എന്ന് പറയുന്ന ഈ ഡ്രൈവർ ഒറ്റയ്ക്ക് ഒരധികാരവുമില്ലാത്ത ഒരാൾ മറുവശത്തുമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തുലനത്തിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മുടെ എപ്പോഴും നീതിയുടെ ഭാഗത്ത് നമ്മൾ നിൽക്കണം എന്ന് പറയുമ്പോൾ ദുർബലന്റെ ഭാഗത്ത് നിൽക്കണം എന്ന് കൂടിയുണ്ട്. ഇവിടെ ഒരുപക്ഷെ നമ്മുടെ ഡ്രൈവർമാർ വളരെ മോശമായി വണ്ടി ഓടിക്കുന്നവരാകാം, ചിലപ്പോൾ വളരെ വേഗം എത്തിക്കേണ്ടതാവാം. നമുക്കറിയാം, രാവിലെ 2 മണിക്ക് ഡ്രൈവിംഗ് ആരംഭിച്ച അയാൾ രാത്രി ഏതാണ്ട് 10 മണി വരെ വണ്ടി ഓടിക്കുകയാണ്. അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതും 700 രൂപയാണ് ഒരു ദിവസം കിട്ടുക. എങ്കിൽ പോലും അയാൾ ആ പണിയിൽ നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഡ്രൈവറെ 8 മണിക്കൂർ വിളിച്ചാൽ നമുക്ക് ഏതാണ്ട് 1000 രൂപ കൊടുക്കേണ്ടി വരും. ഒരു സാധാരണ ഡ്രൈവറെ വണ്ടിക്ക് വിളിച്ചാൽ 1000 രൂപ കൊടുക്കണം. ഇത് 12-16 മണിക്കൂർ ജോലി ചെയ്തിട്ട് 700 രൂപയ്ക്ക് ജോലി ചെയ്യുന്നത് ഒരുപക്ഷെ KSRTC ആണ് എന്നതുകൊണ്ടാവാം. എന്തായാലും അപ്പോൾ അത്ര ദുർബലനായ മനുഷ്യൻ ഒരു വശത്ത് നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ മേയറും MLA-യും കുറെ കൂടി കാരുണ്യത്തോടെ പെരുമാറേണ്ടതായിരുന്നു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത്ര അഹങ്കാരം പാടുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നിയമം നമുക്ക് രണ്ടാമത് വരാം. ഇതിൽ ഏക തെറ്റ് പറയാവുന്നത് ഇവരെ എന്തോ മോശപ്പെട്ട മുദ്ര കാണിച്ചു എന്ന് പറയുന്നതാണ്. ഇനി അങ്ങനെ വാദത്തിന് വേണ്ടി കാണിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഡ്രൈവർമാർ ചിലപ്പോൾ വല്ലാതെ ഓവർടേക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ചില മുദ്രയൊക്കെ കാണിച്ചെന്ന് വരും. അത് തെറ്റ് തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ അതിനുള്ള ശിക്ഷ ഇതാണോ? നമുക്ക് ഡ്രൈവർക്കെതിരെ കൂട്ടത്തോടെ വലിയ തോതിൽ ചില ഹാൻഡിലുകളിൽ നിന്ന് ഡ്രൈവർമാരൊക്കെ തെറ്റുകാരാണ്, KSRTC മുഴുവൻ കുഴപ്പക്കാരാണ് എന്ന അർത്ഥത്തിൽ ഒക്കെ പറയുന്നുണ്ട്. ഞാൻ അതിനൊന്നും യോജിക്കുന്നില്ല. KSRTC-യിലെ ഒരു ഡ്രൈവർ അങ്ങനെ തെറ്റായി ഡ്രൈവ് ചെയ്തുവെങ്കിൽ, അയാൾ ക്രമം തെറ്റിച്ചുവെങ്കിൽ നിയമപരമായി ഉത്തരവാദപ്പെട്ട MLA-യും ഈ മേയറും പോലീസിനെ വിളിച്ച് ആ വണ്ടി സ്റ്റോപ്പ് ചെയ്യിക്കാം. ഒരു കുഴപ്പമില്ല. RTO ഓഫീസിൽ വിളിച്ചു പറഞ്ഞാൽ, തിരുവനന്തപുരത്ത് ഇവരറിയാത്ത ഒരു RTO ഇല്ല, അവരെ വിളിച്ചു പറഞ്ഞാൽ ആ വണ്ടി സ്റ്റോപ്പ് ചെയ്യിക്കാം. RTO ഓഫീസർ വന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്താൽ പോലും ആരും ഒരു കുറ്റവും പറയുകയില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താ? ഇവിടെ സംഭവിച്ചത് പൂർണ്ണമായും നിയമവിരുദ്ധമായ കാര്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. മുദ്ര കാണിച്ചത് നിയമവിരുദ്ധമാണ് എന്ന് പറയുമെങ്കിൽ പോലും, അല്ലെങ്കിൽ അയാൾ മോശമായി ഡ്രൈവ് ചെയ്തത് നിയമവിരുദ്ധമാണ് എന്ന് പറയാമെങ്കിൽ പോലും, അതിനേക്കാളൊക്കെ എത്ര വലിയ നിയമവിരുദ്ധമാണ് അധികാരമുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത്. അവിടെയാണ് പ്രശ്നം. അധികാരം കയ്യിലുള്ള ആളുകൾ, അവർക്ക് വളരെ ലളിതമായി ചെയ്യാവുന്ന ഒരു കാര്യം, അത് ചെയ്യാതെ ഇടതുവശത്തു കൂടി കൊണ്ടുവന്ന് വണ്ടിയുടെ മുമ്പിൽ ബ്ലോക്ക് ചെയ്ത് വണ്ടി കൊണ്ട് നിർത്തി ഇയാളെ അസഭ്യം പറയുക, ഇയാളുമായി തർക്കമുണ്ടാവുക, അതിന്റെ കാര്യങ്ങളൊക്കെ വേറെ. അതിനേക്കാളൊക്കെ ഗുരുതരമാണ് ആ വണ്ടിയിൽ MLA കയറി യാത്രക്കാരെ മുഴുവൻ ഇറക്കി വിടുകയായിരുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ല. MLA-ക്ക് ആരാ ഈ അധികാരം കൊടുത്തത് യാത്രക്കാരെ ഇറക്കി വിടാൻ? അതിന് മുമ്പുള്ള കഥ എന്തോ ആവട്ടെ, MLA എന്നുള്ളത്, ഇപ്പൊ ഞാൻ ഒരു സാധാരണ പൗരനാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ ഡ്രൈവറെ അടിച്ചെന്ന് വരും, തെറ്റൊന്നുമില്ല. എൻ്റെ കുടുംബത്തെ ഒരാളോട് മോശമായി വരുമ്പോൾ ഞാൻ ചിലപ്പോൾ തടഞ്ഞു നിർത്തി ഒരു അടിച്ചെന്ന് വരും. പക്ഷെ അതിനും കടന്ന് വണ്ടി തടഞ്ഞു നിർത്തി യാത്രക്കാരെ വഴിയിലിറക്കി വിട്ട ആ MLA ഉണ്ടല്ലോ, ആ MLA അധികാരത്തിന്റെ അങ്ങേയറ്റത്തെ ദുർവിനിയോഗമാണ് ചെയ്തിട്ടുള്ളത്. ഒരു തർക്കവും വേണ്ട. അത് ആ യാത്രക്കാരൻ എന്ത് ചെയ്യണം? ഞാനാണ് യാത്രക്കാരനെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയില്ല, താൻ പോടുമെന്ന് പറയും. MLA-ക്ക് എന്നെ ഇറക്കി വിടാൻ ഒരു അധികാരമില്ല, അത് RTO വരട്ടെ. അപ്പൊ പറയാം, RTO വന്ന് ഈ വണ്ടി യാത്ര ചെയ്യാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങാം. MLA-ക്ക് അത് പറയാൻ എന്താ അധികാരം? അപ്പോൾ MLA വലിയ തോതിലുള്ള അധികാര ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു, മേയർ അധികാര ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു. ഇപ്പൊ അതിന്റെ മൂന്നാമത്തെ ഘട്ടം അന്വേഷണം വരുന്നു. നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നമുണ്ട്. ഏത് ഭരണകക്ഷിയായാലും, അത് ഞാൻ ഈ പാർട്ടി എന്ന് പറയുന്നില്ല, ഭരണകക്ഷിക്കാർക്കെതിരെ ഒരു കേസ് വരിക തന്നെയില്ല. പോലീസ് അവരുടെ കൂടെ കളിക്കും, ഡിപ്പാർട്ട്മെന്റ് കളിക്കും, മറ്റെല്ലാവരും കളിക്കും, ഉറപ്പാണ്. കാരണം അവരെ ഭയമാണ്. അങ്ങനെയാണ് നമ്മുടെ പോലീസിനെ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഭരണകക്ഷിക്കാർക്കെതിരെ ചെയ്യാൻ പാടില്ല. ഞാൻ ഇതിനിടയ്ക്ക് ഒരു ADGP-യുടെ ഒരു കമന്റ് കേട്ടു. പണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന്റെ ഒരു വാഹനം തിരുവനന്തപുരം നഗരത്തിൽ വെച്ച് RTO പിടിക്കുന്നു. നിയമലംഘനം നടത്തിയതിന് പിടിക്കുന്നു. ഇത് ഉമ്മൻചാണ്ടിയുടെ വാഹനമാണ്, മുഖ്യമന്ത്രിയുടെ വാഹനമാണ്, കുടുംബത്തിന്റെയാണ് എന്നറിയുന്നതോടുകൂടി
പോലീസുകാർ വിഷമത്തിലാവുന്നു. പോലീസുകാർ ഉടനെ ADGP വിളിക്കും, ഈ ADGP വിളിക്കും. അദ്ദേഹം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു എന്താ ചെയ്യേണ്ടത്. മുഖ്യമന്ത്രി വളരെ കൂളായിട്ട് പറയുന്നു, ആ ഫൈൻ കെട്ടി വണ്ടി തിരിച്ചു മേടിച്ചോ, എന്താണ് കുറ്റം ചെയ്തെങ്കിൽ അതിന് ഫൈൻ കെട്ടിക്കൊള്ളാൻ പറയും. അതാണ് ഇതിന്റെ ന്യായം ഞാൻ ഇപ്പോഴും കാണുന്നത്. MLAക്കോ മേയർക്കോ ഇങ്ങനെ ചെയ്യാൻ ഒരു അധികാരവും ഇല്ല. മാത്രമല്ല അന്വേഷണം ഒരു പ്രഹസനമാവുന്നു. കാരണം എന്താ, ഇത്രയും കൃത്യമായ കുറ്റം ചെയ്തിട്ട് വണ്ടി വഴിയിൽ തടഞ്ഞു, ഒരു സ്വകാര്യ വാഹനം കൊണ്ട് വണ്ടി വഴിയിൽ തടഞ്ഞു, യാത്രക്കാരെ ഇറക്കി വിട്ടു. ആ കേസ് ഇപ്പോഴും ചാർജ് ചെയ്തിട്ടില്ല. മറിച്ച് ഡ്രൈവർക്കെതിരെയാണ് ഇപ്പൊ കേസ് ചാർജ് ചെയ്തത്. അപ്പൊ അതിൽ തന്നെ അതിന്റെ ഒരു 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 തുല്യതയില്ലായ്മ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്നാണല്ലോ, അത് തുല്യതയില്ലായ്മയുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്നത് ഈ വണ്ടിക്കകത്ത് വെച്ചിട്ടുള്ള ക്യാമറ അല്ലെ അതിന്റെ ഇത് ഡിസ്ക് കാണാനില്ല എന്നാണ്. അത് കാണാനില്ല എന്ന് പറഞ്ഞാൽ, അതിന്റെ മെമ്മറി സ്റ്റോറേജ് കാണാനില്ല എന്ന് പറഞ്ഞാൽ ആരാണ് അത് എടുത്തത്? തൃശ്ശൂരിൽ നിന്ന് പോരുമ്പോൾ അതുണ്ടെന്ന് പറയുന്നു, യാത്രക്കാരത് ഉണ്ടെന്ന് പറയുന്നു, ഒക്കെ എല്ലാവരും പറയുന്നു. പക്ഷെ കാണാനില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റേഷനാണ്. കാരണം ഒരു എന്താ പറയുക, നമ്മുടെ ഡിജിറ്റൽ ഡോക്യുമെന്റ് ആണ്. എന്താ കാര്യം, ഈ ബസ്സിനകത്ത് എന്ത് നടന്നു എന്നും ഡ്രൈവർ എന്ത് ചെയ്തു എന്നും, അതുപോലെ മുമ്പ് ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ പോലീസ് പരിശോധനയിൽ ഡ്രൈവർ മദ്യപാനമോ ലഹരിയോ ഒന്നും ചെയ്തില്ല. കാരണം ഇദ്ദേഹം 12-14 മണിക്കൂറായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. അയാൾ എവിടുന്ന് ലഹരി കഴിച്ചെന്ന് അറിയില്ല. അയാൾ എന്തോ ലഹരി തിന്നുന്ന കണ്ടു എന്നൊക്കെയാണ് മേയർ പറയുന്നത്, അറിയില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ മെമ്മറി കാർഡ് എങ്ങനെ പോയി? ഇപ്പൊ മെമ്മറി വലിയൊരു കഥയായിരിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു സിനിമാ നടന്റെ പ്രതിയായ കേസിലും മെമ്മറി കാർഡ് ഇപ്പോൾ വലിയ ചർച്ചയായി. അപ്പൊ ഇങ്ങനെ മെമ്മറി കാർഡ് കാണാതായി എങ്കിൽ, ഏതായാലും ഒരധികാരവും ഇല്ലാത്ത ഒരു ഡ്രൈവർ, അയാൾക്ക് യൂണിയന്റെ ശക്തിയില്ല, അയാൾക്കൊന്നുമില്ല, അയാൾ ഒരു ടെമ്പററി എംപാനൽ ഡ്രൈവറാണ്. അപ്പൊ ആരായിരിക്കും മെമ്മറി കാർഡ് മാറ്റിയിട്ടുണ്ടാവുക? ആ മെമ്മറി കാർഡ് കിട്ടിയില്ല എങ്കിൽ എന്താണ് നടന്നതെന്നുള്ളത് ലോകം ഒരിക്കലും അറിയാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് മെമ്മറി കാർഡ് എങ്ങനെ പോയി എന്ന് പോലീസ് അന്വേഷിക്കും? എനിക്കൊരു വിശ്വാസവുമില്ല. കാരണം ഭരണകക്ഷിയിൽപ്പെട്ടവരാണ് മെമ്മറി കാർഡ് മാറ്റിയതെങ്കിൽ ഈ ഭൂലോകത്തിന് അത് കാണില്ല. അത് അറബിക്കടലിന്റെ ആഴങ്ങളിൽ എവിടെയെങ്കിലും പോയി കിടക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാവാനാണ് സാധ്യത. കാരണം നമ്മുടെ നാട്ടിൽ നിയമം ദുർബലർക്ക് അനുകൂലമായി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാൻ ഒരു വഴിയുമില്ല. ഞാൻ ഒരുപാട് കേസുകളിൽ കണ്ടിട്ടുണ്ട്. അത് പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന കേസിൽ അടക്കം ദുർബലരുടെ ഭാഗത്തല്ല നിയമം നിൽക്കുക, നിയമം ശക്തരുടെ ഭാഗത്താണ് നിൽക്കുക. പ്രത്യേകിച്ചും ശക്തർ, ഈ എതിരായിട്ടുള്ള ആളുകൾ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ. ഇവിടെയും അങ്ങനെയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. എനിക്ക് ബഹുമാനപ്പെട്ട MLAയോടും മേയറോടും പറയാനുള്ളത്, ഇക്കാര്യത്തിൽ നിങ്ങൾ നീതിയുടെ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും ആ ഡ്രൈവറുടെ പണിയെങ്കിലും കളയരുത് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം അയാളെ മാറ്റൂ എന്ന് ഒരു നഗരസഭ പ്രമേയം പാസ്സാക്കുക, എംപാനലിൽ കണ്ടക്ടർ ഡ്രൈവറെ മാറ്റാൻ ഒരു നഗരസഭ പ്രമേയം പാസ്സാക്കുന്ന വികൃതമായ, എന്തൊരു മോശപ്പെട്ട അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അധികാരം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന്. അതുകൊണ്ട് എനിക്ക് അവരോട് പറയാനുള്ള ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അവർ വിട്ടുനിൽക്കണം. MLA യുവാവാണ്, അദ്ദേഹം വലിയ സാധ്യതയുള്ള ആളാണ്, വലിയ ഭാവിയുള്ള ആളാണ്, ഒരുപക്ഷെ നാളെ മന്ത്രിയാവാൻ ശേഷിയുള്ള ആളാണ്. അദ്ദേഹം ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? അതുകൊണ്ട് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഇക്കാര്യത്തിൽ നേരിട്ട് കുറെ കൂടി പക്വതയോടുകൂടി കാര്യങ്ങൾ ചെയ്ത് പെരുമാറണം എന്നാണ്. അല്ലാത്ത പക്ഷം ഇത് വലിയ തോതിൽ കക്ഷി രാഷ്ട്രീയ തർക്കമാക്കി മാറ്റി, ഇപ്പൊ ഇതിനെ മേയറെ രക്ഷിക്കാൻ ഒരു വിഭാഗം ഇറങ്ങുന്നു, ഡ്രൈവറെ രക്ഷിക്കാൻ വേറൊരു വിഭാഗം ഇറങ്ങുന്നു. അങ്ങനെയുള്ള തർക്കത്തിലേക്ക് അല്ലല്ലോ ഇത് പോകേണ്ടത്. ഇത് പോകേണ്ടത് ജനാധിപത്യപരമായി നിയമപരമായാണ്. അതുകൊണ്ട് ഇതിൽ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടുവെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മേയർക്കും അല്ലെങ്കിൽ ഭരണം നടത്തുന്ന ആളുകൾക്കുമാണ് എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. യഥാർത്ഥത്തിൽ മേയർക്ക് വേണ്ടി DYFI രംഗത്തിറങ്ങുമ്പോൾ തന്നെ അതിലൊരു പ്രശ്നമുണ്ട്. കാരണം ഇത് കക്ഷി രാഷ്ട്രീയവൽക്കരിക്കുന്നത് അവരാണ്. ഞങ്ങളുടെ മേയർ ആയതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഒറ്റ കാര്യം DYFI ആലോചിച്ചാൽ മതി. വണ്ടി മുമ്പിൽ കൊണ്ടിട്ട് തടയുകയും നിങ്ങളുടെ തന്നെ ഒരു പ്രവർത്തകനായ MLA ആളുകളെ ഇറക്കി വിടുകയും ചെയ്തത് ശരിയാണ് എന്ന് DYFIക്ക് പറയാൻ പറ്റുമോ? നാളെ വേറൊരാൾ വഴിയിൽ തടഞ്ഞു നിർത്തി, ആളുകൾ പോകുന്ന ബസ് തടഞ്ഞു നിർത്തി, എല്ലാവരും ഇറങ്ങിയേക്കുമെന്ന് MLA അല്ല വേറെ ആർക്കും പറയാലോ. ഇത് പറയാൻ MLAക്ക് പ്രത്യേക അധികാരമൊന്നുമില്ല, അല്ലെങ്കിൽ വണ്ടി തടയാൻ MLAക്കോ മേയർക്കോ അധികാരമില്ല. അപ്പോ അങ്ങനെ നാളെ ഒരു സ്ഥലത്ത് വെച്ച് പറഞ്ഞാൽ നിങ്ങൾ അതിനെ അംഗീകരിക്കുമോ? എന്ത് കാരണത്താലാവട്ടെ, ആളുകളെ വഴിയിൽ ഇറക്കി വിടാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? DYFI വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നവകേരള സദസ്സിലൊക്കെ നമ്മൾ കണ്ടതാണ്, രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് നടത്തിയത് എത്ര കോമാളിത്തരമായി എന്നും എത്ര അപഹാസ്യമായി എന്നും മുഖ്യമന്ത്രിക്ക് വരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി എന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് DYFI പോലെ ഒരു പ്രസ്ഥാനം ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് അവരാണ് ആലോചിക്കേണ്ടത്.